ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്, അതുപോലെ തന്നെ ഒരു സൺഡേ വ്ളോഗും കൂടിയാണ് കേട്ടോ. ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെറുതായിട്ടൊരു പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് തലവേദനയായിരുന്നു കുറച്ച് കൂടുതൽ. അതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ സ്ക്രീനിൽ നോക്കാൻ വേണ്ടിയിട്ടോ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് നിങ്ങളുടെ ലാഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺഡേ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ നേരത്തെ കുളി കഴിഞ്ഞു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്, മൂന്നാൾക്കും കൂടെ കൂടിയിട്ട്. അതുകൊണ്ട് എൻ്റെ രാവിലത്തെ കുളി ഞാൻ ഷടേന്നനെ കഴിച്ചു. എന്നിട്ട് എൻ്റെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ട് ഞാൻ അപ്പോഴേക്കും പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീറ്റ് വേഗം കുളിക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ വെയിലാവുമ്പോഴേക്കും നമുക്ക് പോയിട്ട് പോരണം. അപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം അറിയാമല്ലോ, അത്രയും ചൂടാണ് കേട്ടോ. ഒരു 8:45 ആകുമ്പോഴേക്കും തെറിച്ച വെയിലായിരിക്കും. അപ്പോൾ നേരത്തെ ഒരു 6 മണിയാകുമ്പോഴേക്കും നീട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ ദീപം തെളിയിച്ചിട്ട് വേഗം ഇതാ പുറപ്പെടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. മേക്കപ്പ് പുറപ്പെടുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുക മേക്കപ്പ് എന്നായിരിക്കും അല്ലേ. എന്തായാലും വേണ്ടില്ല, മോയ്സ്ചറൈസർ ഇല്ലേ അത് ആദ്യം ക്രീം തേച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ വാരി പൊതിയിട്ടുണ്ട്. പോകുമ്പോൾ വെയിലില്ലെങ്കിലും വരുമ്പോൾ നല്ലോണം ഉണ്ടാവും. ഈ ഒരു 2 സാധനമാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. ഏതാ അതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങളെന്നൊക്കെ പേരൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. കണ്ണെഴുതലും മുഖ്യമാണ് കേട്ടോ. എനിക്ക് കണ്ണെഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിലേ എനിക്ക് എന്തോ വയ്യാത്ത പോലെ തോന്നും, ഒരു സാഡ്നെസ് ഉള്ള പോലെ തോന്നും. എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ടെൻഷനുള്ള പോലെ തോന്നും. ഞാൻ എപ്പോഴും പറയാറില്ല. അതുകൊണ്ട് ഞാൻ കണ്ണ് നല്ലോണം കറുപ്പിച്ച് എഴുതി കൊടുക്കും. താഴ്മയിലൊക്കെ ഐലൈനർ വെച്ചിട്ട് എഴുതാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കൺമഷി വെച്ചിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് ഒരു മസ്കാരൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഈ ഇതില്ലേ കൺപീലി അതൊക്കെ ഒന്ന് വിജലംബിപ്പിച്ചിട്ട് അങ്ങനെ എൻ്റെ മേക്കപ്പ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനി ഞാനിതാ മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. പനങ്കുല പോലുള്ള മുടി ആയതുകൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് കേട്ടോ. അങ്ങനെയൊന്നല്ല, പെട്ടെന്ന് കഴിയും. എനിക്ക് ചെറുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട് ഒന്നും ഇങ്ങോട്ട് ചീന്തി വൃത്തിയാക്കി കൊടുത്താൽ മതി കേട്ടോ. മുടി കെട്ടിൽ അങ്ങോട്ട് കഴിഞ്ഞൊരു കുഞ്ഞ് ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെത് പിന്നെ നേരത്തെ കഴിഞ്ഞു. പൂജട്ടിയുടെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ണൻകുട്ടിയുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാം. നമ്മൾ കൊടുമുടിക്കാവിലേക്കാണ് പോണേ പറഞ്ഞല്ലോ. അപ്പോൾ പോയിട്ട് തൊഴുതിട്ട് വരാം. കുറേ ദിവസമായിട്ടോ പോകണം എന്നിങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ നീട്ടി നമ്മളിവിടെ ചുറ്റുവട്ടത്ത് ഓടിപ്പോണ പോലെയല്ല, ഇവിടുന്ന് അങ്ങോട്ട് ബസ് കയറി അങ്ങോട്ട് പോകണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പോയിട്ട് വരാം. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോണ വിശേഷങ്ങളായിട്ട് ആദ്യം ഇങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. അമ്പലത്തിൽ പോയിട്ട് വരാം. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പൂജുട്ടിയുടെയും കണ്ണൻകുട്ടിയുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഒരുക്കം കഴിയാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. രണ്ടാൾക്കും കുറച്ചധികം സമയം എടുക്കും. അതിൽ കൂടുതൽ സമയം എടുക്കുന്നത് നമ്മുടെ പൂജുട്ടിക്കാണ് കേട്ടോ. കണ്ണൻകുട്ടി പാൻറ് ഇട്ടിട്ട് എന്താ അമ്പലത്തിലേക്ക് വരണേ ചിന്തിക്കേണ്ട. കയ്യിലൊരു കവറാ കാണുന്നു, അത് അവൻ്റെ മുണ്ടാണ് കേട്ടോ. ആൾക്ക് മുണ്ടെടുത്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബസ്സിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് പാടാ. കുറച്ചും കൂടി ഈസി ഒരു പാൻറ് ആയതുകൊണ്ട് മുണ്ട് പൊതിഞ്ഞ് കയ്യിൽ വെച്ചു, പാൻറ് ഇട്ടിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ നിന്ന് ആൾ മുണ്ടെടുത്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അവൻ്റെ കംഫർട്ടല്ലേ, അത് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഗേറ്റൊക്കെ പൂട്ടി എന്തോ പറഞ്ഞിട്ട് തെറ്റിയിട്ടാണ് കുട്ടിയെ പോണത്. അതാണ് അവൻ്റെ മോന്ത ഇങ്ങനെ കനത്തിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനും അങ്ങനെയാണ്. തെറ്റി കഴിഞ്ഞ് എൻ്റെ മുകളിൽ ഒരു കുട്ടിക്കാലത്തിനെക്കാട്ടിലും അപ്പുറത്തേക്ക് ഉണ്ടാവും കേട്ടോ. വട്ടച്ചെമ്പിൻ്റെ അത്രയും ഉണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നീങ്ങി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കുറേ ഒന്നും നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതാ വളാഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വളാഞ്ചേരി ബസ് സ്റ്റോപ്പ്. ഇവിടെ എത്തി പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പട്ടാമ്പി ബസ്സിൽ കയറിയാൽ മതി, തിരക്കുണ്ടായിരുന്നില്ല. ഞായറാഴ്ച അല്ലേ, ഒട്ടുമിക്കതും ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡിലും ഒന്നും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. നേരത്തെ കാലത്ത് ആവുകൊണ്ട് പിന്നെ അത്രയും ഉണ്ടായിരുന്നില്ല. സീറ്റൊക്കെ കിട്ടി. ഞാൻ അപ്പുറം പോയിരുന്നത് പൂജിറ്റിൻ്റെ അപ്പുറത്തേക്ക് വരും കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി പ്രഹസനം കാട്ടാൻ വേണ്ടി അവിടെ പോയിരുന്നതാണ്. ഞാനൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നോളൂ. ഞങ്ങൾ ഇതാ കണ്ണൻകുട്ടി ബാക്കിലുണ്ട്. കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇതാ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അധികം ദൂരമൊന്നുമില്ല, എന്നാൽ ദൂരം ഉണ്ടേനും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളൊരു ഭാഗത്തും അമ്പലൊരു ഭാഗത്തുമാണ് കിടക്കണേ. ഇത് ഷാജേട്ടൻ്റെ അവിടുത്തെ തട്ടകാണ്. അതുകൊണ്ട് തന്നെ പിള്ളേരെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കും. നടക്കാറില്ല കേട്ടോ മിക്കതും. കാര്യമൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബസ് ഇറങ്ങിയിട്ട് ഇത്തിരി അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിയിട്ട് നമ്മളിത് വഴിപാടാക്കാമെന്ന് വിചാരിച്ചു. മുട്ടറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചെയ്യുക. പുഷ്പാഞ്ജലിക്ക് ഷീട്ടും ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കണ്ണൻകുട്ടി മുണ്ടൊക്കെ മാറിയിട്ട് വരാണ്. പാൻ്റ് അവിടെ മടക്കിയിട്ട് അത് ഒരു വീടിൻ്റെ മതിലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 മുട്ട ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തന്നെ നാളികേരം അതെടുത്തിട്ട് ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഉണ്ട്, അവിടെ നിന്ന് കഴുകാൻ വേണ്ടി. പൂര സമയത്തൊക്കെ ഇല്ലേ നമ്മൾ ഇവിടുത്തെ പൂരത്തിന് രാവിലെ വന്ന് തൊഴുക ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ പൂരത്തിൻ്റെ വേലയുടെയൊക്കെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നിട്ട് തൊഴുത് പോരും. തട്ടകല്ലേ നമ്മുടെ വീട്ടിൻ്റെ അവിടെ. ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ചാത്തങ്കാവിൽ ഉത്സവം ഒരു ദിവസമാണ്, 2 ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പൂരം കാണാൻ വേണ്ടിയിട്ട് പറ്റാറില്ല കേട്ടോ. രാവിലെ വന്നിട്ട് അങ്ങോട്ട് പോവും. 1, 2 പൂരത്തിനെങ്ങാണ്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ രാവിലെ ഇപ്പോൾ തൊഴുതിട്ട് ഷാജേട്ട് അവിടെ വരും. ആൾ പൂരമൊക്കെ കണ്ടൊന്ന് ഒതുങ്ങുമ്പോൾ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് തന്നെ വരും. അന്നത്തെ ഒരു ദിവസം ഒരു ഓട്ടമായിരിക്കും കേട്ടോ. 2
സ്ഥലവും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ രണ്ടും നമുക്ക് ആസ്വദിച്ച് കാണാൻ വേണ്ടി പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നല്ലോണം തൊഴുതിറങ്ങി കാര്യമൊക്കെ പറഞ്ഞ് മുട്ടറുത്ത് പ്രസാദം തൊട്ടിട്ട് നമ്മളിനി തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് നമ്മൾ ഏത് അമ്പലമാണെങ്കിലും നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മനസ്സിന് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലേ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ സങ്കടമാണെങ്കിൽ പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും സങ്കടമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഓടി ചെന്നവരോട് കാര്യം പറയാൻ വേണ്ടിയിട്ടൊക്കെ വരാറ്. ഇപ്പം അങ്ങനെയല്ല. ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നുന്ന ഒരു സമയം, അതിപ്പോൾ സങ്കടം ആയിക്കോട്ടെ സന്തോഷമായിട്ട് അങ്ങനെയൊന്നുമില്ല, ഞാനൊരു കറക്റ്റ് നമ്മൾ ഇടയ്ക്ക് പള്ളി ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് നേരമൊക്കെ പോയി നമ്മുടെ മൈൻഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ചിലർക്ക് ഇഷ്ടമായിരിക്കും. ഇവിടെ കണ്ണൻകുട്ടിയൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്, ഞാനും പൂച്ചിട്ട് ഇതിനോടൊക്കെ കുറച്ച് ഇമ്പുള്ള കൂട്ടത്തിലാണ്. പിന്നെ ആദ്യം കാണിച്ച് ഞാൻ പിന്നൊന്ന് തൊഴുതത് മൂലസ്ഥാനത്തായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ ഒരു വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമുണ്ട്, വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്, അവിടെയും കൂടെ കയറി തൊഴാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. നമുക്കിങ്ങനെ ആലോചനയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കില്ലേ. എനിക്കിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറേ ആയിട്ട് ഒറ്റയ്ക്കാണ് ഇരിക്കണോണ്ടായിരിക്കും. മറ്റേത് എനിക്കിപ്പോൾ പറഞ്ഞ പോലെ ആരോടെങ്കിലും സംസാരിക്കാതെയും കാണാതെയൊക്കെ ഇരിക്കാൻ വേണ്ടി വലിയ പാടായിരുന്നു. ഇങ്ങനെ കലപിലാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം, അതിന് മാറ്റമൊന്നുമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളോട് ഞാൻ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ലൈവ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ. അതുകൊണ്ട് പിന്നെ എനിക്ക് പുറത്തുള്ള ആൾക്കാരെ അങ്ങനെ കണ്ട് സംസാരിക്കണം എന്നുള്ളൊരു ഇമ്പല്ല. നിങ്ങളോട് കാര്യം പറയണ്ടല്ലോ, വായിട്ട് അലയ്ക്കുന്നുണ്ടല്ലോ, അത്ര മതി. എന്നാലും എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കേട്ടോ. തൊഴുതിറങ്ങിയിട്ട് നമുക്ക് വേഗം ബസ്സൊക്കെ കിട്ടി. വളാഞ്ചേരി എത്തിയിട്ട് നമ്മൾ അംബിക ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, ചായ കുടിക്കാൻ വേണ്ടി. വീട്ടിലെത്തിയിട്ട് കഴിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ക്ഷീണമായിട്ട് കുടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചു. ഞാൻ 2 ഉഴുന്നുവട എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർ പൊറോട്ടയും കുറുമയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇവിടെ വരുമ്പോൾ മസാല ദോശയല്ലേ കഴിക്കുക, അതുകൊണ്ട് പൊറോട്ടയും കുറുമയും മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ മസാല ദോശയാണ് അടിപൊളി. എന്തായാലും നമ്മൾ വയറ് നിറയെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ണൻകുട്ടിയുടെ മുഖം ഒന്ന് തെളിഞ്ഞ് വന്നു. കുറച്ച് നേരമൊക്കെ തെറ്റിൻ്റെ കാര്യമൊക്കെ നിൽക്കുള്ളൂ. അത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരോടാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടമുള്ള ആൾക്കാരോടാണ് നമ്മൾ ഈ തെറ്റും പരിഭവമൊക്കെ കാണിക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എല്ലാവരോടും കയറി തെറ്റൊന്നുമില്ല. പിന്നെ നമുക്ക് അത്രയും മനസ്സിൽ വിഷമമുള്ള ഒരാളോടാണ് ഞാൻ തെറ്റെങ്കിൽ പിന്നെ ഞാൻ മിണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ആ ആളെ വിടില്ല. വെച്ചാൽ തെറ്റിയിട്ട് ഞാനിട്ട് പോവൊന്നുമില്ല. പക്ഷേ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ഒരു റീസൺ ഉണ്ടാവും. പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് പോവില്ല കേട്ടോ. അത്രയും ഞാൻ അങ്ങനെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചു കൂടെ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി ജീവൻ വരെ ഞാൻ കൊടുക്കും. പക്ഷേ എന്നെ പിന്നുക്കുത് കുത്തിയ ആളെന്നാൽ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ആൾക്കാരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറേയൊക്കെ സമാധാനമുണ്ട്. വളാഞ്ചേരി എത്തിയിട്ട് ചായ കൂടി കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കുറച്ച് മീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറികൾ ഇല്ലാത്ത ഉള്ളി കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറുള്ളിക്കൊക്കെ കൂടെ നല്ല ചിലവാണ്. എനിക്ക് ഉപ്പേരി കുത്തിയിടാൻ വേണ്ടി ചെറുള്ളി വെളുത്തുള്ളിയില്ലേ, ഇതൊന്നും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മീൻ കറിക്കായിക്കോട്ടെ ഇറച്ചിക്കായിക്കോട്ടെ എനിക്ക് ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം ചിലവാകും. അപ്പോൾ അതുകൊണ്ട് അതുണ്ടായിരുന്നല്ലേ, അത് മേടിച്ചു. നേരെ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇനി ഇവിടെ എത്തിയിട്ട് നമുക്കൊരു ഉച്ചാമ്പഴത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. വീട്ടിലെത്തി രണ്ടും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ട് ബാഗിലുണ്ടാവും കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 9:20 ആയിട്ടുള്ളൂ. വീട്ടിലെത്തി. ഇനി നമുക്ക് കുറച്ച് നേരം ഫോണിൽ ചാർജ് ചെയ്യാം. ഒരു 1.5 മണിക്കൂർ ചാർജർ ഇടട്ടെ. ചാർജ് ഫുള്ളായിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഞാൻ ഇത് ഇന്നലെ മൈലാഞ്ചിട്ടാണ് കേട്ടോ കാണിച്ചു തരാൻ വന്നതായിരുന്നു. അപ്പോൾ ചാർജായിട്ട് നമുക്കിനി അടിച്ചു വരാനും പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കാം. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടായിരിക്കും വിശക്കണമൊന്നുമില്ല. ഉച്ചാകുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇനി കുറച്ച് നേരം ചാർജിലെടുക്കുക എന്നിട്ട് കാണാം കേട്ടോ. മെഷീൻ ഇന്നലെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടതായിരുന്നു കേട്ടോ. അവിടെ അകത്ത് ഫാനില്ല. അപ്പോൾ പിന്നെ ഫാനിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടത്. ഇനി തിരിച്ചങ്ങനെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ചാർജായിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ഞാൻ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ ഫോണൊന്ന് ചാർജിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഇതാ രണ്ടാളും കൂടെ മട്ട മലച്ച് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഇവിറ്റല്ലേ കട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പൂചുട്ടി എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുന്നത് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഈ സമയത്താണ് അവർ മനസ്സറിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയം. ഒരു ടൈം കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാൻ വേണ്ടി ഞാനൊക്കെ ഇപ്പോൾ കിടന്ന് പാടുപെടാറുണ്ട് ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ വേണ്ടി. നമ്മുടെ ടെൻഷൻസ് പായാരം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല്ലായ്മയും പരിവട്ടവും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളാണ് മിക്കതും ഉണ്ടാവാറ്. അപ്പോൾ ഇപ്പോൾ കിടന്നിട്ട് അവർ ആസ്വദിച്ച് കിടന്നുറങ്ങട്ടെ. അങ്ങനെ കാണുമ്പോഴല്ലേ എനിക്ക് കൊതിയായിട്ട് കുറച്ച് നേരം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് രണ്ടാളെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കളെ വായോ അമ്മയ്ക്ക് വീഡിയോ എടുത്തായോ എന്നാൽ പിന്നെ വേഗം കഴിഞ്ഞോളും നോക്കും പറഞ്ഞ്. അപ്പോൾ രണ്ടാളും നീറ്റു. ഒരു 1.5 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും മതി, ഇനി രാത്രി ഉറങ്ങണ്ടേ. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ഇതൊക്കെ കയ്യിൽ എല്ലാം അടുപ്പിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ എനിക്കിഷ്ടം.
എല്ലാ കാര്യങ്ങളും വട്ടെത്തിച്ചിട്ട് ഒരുക്കി വെച്ചിട്ട് ആക്കുമ്പോൾ വേഗം ആയിക്കോളും. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് ഞാൻ നന്നാക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശനി ഞായറൊക്കെ ആകുമ്പോൾ വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയത് എടുക്കില്ല, അതവിടെ ഫ്രിഡ്ജിൽ വയ്ക്കും. അത് നമുക്ക് തിങ്കളാഴ്ച തൊട്ടിട്ട് ശനിയാഴ്ച വരെ വെള്ളിയാഴ്ച വരെ നമുക്കത് ആവശ്യം വരും. പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ രാവിലെ നേരമില്ലാത്ത നേരത്തെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പോവില്ല, ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ശനി ഞായറൊക്കെ ആണെങ്കിൽ നമുക്ക് കാര്യമൊക്കെ പറഞ്ഞ് മെല്ലെ പാട്ടും പാടിയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളാഞ്ചേരിയിൽ നിന്ന്, അത് പറയാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നേ. അത് മുളക് പൊടി നല്ലതാണോ മല്ലിപ്പൊടി നല്ലതാണോ എന്ന് എനിക്കറിയില്ല, പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ മല്ലിയും മുളകും വാങ്ങാൻ വിചാരിക്കും, ആ സമയത്ത് ഇവിടെ മഴയുടെ അയ്യരുകളിയാവും, പിന്നെ ആ സമയത്ത് വാങ്ങി പൂത്ത് പോവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടിമുട്ടി കൊണ്ടുപോയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഇതൊക്കെ തീർന്ന സമയത്താണ് ഞാൻ പിന്നെ കാല് വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, കാക്കിലോ വെച്ചിട്ട്. നല്ലയാവുമെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ വാങ്ങണ മല്ലിപ്പൊടി മുളക് പൊടി ചില സമയങ്ങളിൽ എനിക്ക് പണി കിട്ടാറുണ്ട് കേട്ടോ, ഒരു ജാതി സ്മെല്ല് വരും. അതാണെങ്കിൽ നമുക്ക് കറിയിലിടുമ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. മീറ്റിലും ഫിഷിലൊക്കെ എന്ന് വെച്ചാൽ മീൻ കറിയിലും ഇറച്ചിയിലും മീനിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് വാങ്ങി പൊടിക്കുകയോ ഇല്ലെങ്കിൽ മില്ലിൽ നിന്ന് പൊടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ. എന്നിട്ടത് എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്താ വെച്ചാൽ മല്ലി ഒന്ന് വറുത്തെടുക്കുക. ആ പൊടി എനിക്ക് വറക്കാത്ത പോലെയൊക്കെ തോന്നി, എന്തോ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ പാടില്ലല്ലോ. ചൂടാക്കണ്ടായാലും അല്ലേ. ചിലത് കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാട്ട സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് മീറ്റ് ഐറ്റംസൊക്കെ വെക്കുമ്പോഴേ, ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ വേഗം അറിയും അത്. കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും സ്മെല്ല് ചെയ്യാൻ പാടില്ല എന്നാ പറയാം. പക്ഷെ ഇതിനൊരു മാട്ട സ്മെല്ല് ഉണ്ടോ എന്ന് നോക്കിയോ. ഈ നല്ലോണം ചൂടാക്കിയിട്ട് കുപ്പിയിലാക്കി വെക്കാം. ഓക്കെ, കയ്യോടെ അതങ്ങോട്ട് വറുത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചൂടാറിയാൽ ബോട്ടിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ എന്തെങ്കിലും എടുക്കുമ്പോൾ അതിങ്ങനെ കുറേശ്ശെ ചൂടാക്കണ്ടേ. അതുകൊണ്ട് ആ ഒരു മടിക്ക് വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഒന്നങ്ങോട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി നമുക്കവിടെ ടേബിളിൽ പുറത്ത് കൊണ്ടുവയ്ക്കാം. ഇവിടെ ആകുമ്പോൾ വെള്ളമോ നനവോ എന്തെങ്കിലും ആയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ചെറുപടിയിൽ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടോ. ഇനി നമുക്ക് മീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ബീഫ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നാൾ ഷാജേട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിയത് പിള്ളേർക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളത് കുറേശ്ശെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൻകുട്ടി അന്നേ പറഞ്ഞിരുന്നു നമുക്കൊരു 1/2 കിലോ മേടിക്കല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കയ്യോടെ പോയി വാങ്ങിയതാണ്. ഈ ശനി ഞായറാഴ്ചയല്ലേ ഇപ്പോൾ അവർക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളൊരു ഹദാ വെപ്പും രാത്രിയിലൊരു കഴിക്കലും ഇവരുടെ ഓട്ടപ്പാച്ചിലും ചില ദിവസങ്ങൾ ഇവർ കൊണ്ടുപോകും, ചില ദിവസങ്ങൾ മിക്കതും ഫുഡ് കൊണ്ടുപോകില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട്. ഞാൻ വന്ന പാടന്നെ നമ്മുടെ ബീഫിൽ സുറുക്കൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോണ വരെ കഴുകിയെടുത്തു. പിന്നെ 2-3 പ്രാവശ്യം വാഷ് ചെയ്തപ്പോഴാണ് അതിനകത്ത് കുറേയൊക്കെ വലിയ പീസുകൾ നടക്കേണ്ടത്. എനിക്ക് അങ്ങനെ വലിയ പീസ് കാണുന്നത് വലിയ ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ ഒരു കറക്റ്റ് ചെറിയൊരു പീസാക്കിയിട്ട് റെഡിയാക്കി പിന്നെയും കഴുകി ആക്കി വെച്ച് റെഡിയാക്കി. ഇനി നമുക്കത് കുക്കറിലിട്ടിട്ട് മസാലയ്ക്കാക്കി വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ബീഫ് പല രീതിയിലും വെക്കാറുണ്ട്. അന്നാൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊരു രീതിയിൽ. ഇത് വെക്കുന്നത് വേറൊരു ടൈപ്പിലാണ്. അപ്പോൾ ബീഫൊക്കെ കഴുകിയത് കുക്കറിലിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു. അതൊക്കെ നമ്മുടെ പാകത്തിന് എരിവിന് അനുസരിച്ചും മീറ്റിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും കുരുമുളക് പൊടി ആവശ്യത്തിൽ അധികം ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഞെരടി യോജിപ്പിച്ചിട്ട് നല്ലോണം മസാല അതിനകത്തേക്ക് പിടിക്കുന്ന രീതിയിൽ കൈ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. അത് ചിലർക്ക് കൈ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളൂ. ഇവിടെ ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ മസാലയൊക്കെ തിരുമ്മി യോജിപ്പിച്ചിട്ട് അത് വേണമെങ്കിൽ ഒരു 1/2 മണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ തന്നെ കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മൂത്തതാണോ അല്ലേ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. ബീഫ് മുറ്റാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് വലിയ മുറ്റുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 വിസിലൊക്കെ വെച്ചിട്ട് നോക്കാം. എന്നിട്ടല്ലെങ്കിൽ പിന്നെയും ചെയ്ത് നോക്കാം. അതിപ്പോൾ നമുക്ക് നോക്കിയാലല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് പിന്നെ ഞാൻ എന്താക്കി വെച്ചാൽ അവിടെ എല്ലാം കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് അരിയാനും പെറുക്കാനും വേണ്ടിയിട്ട് നിൽക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും സവാളയൊക്കെ ആക്കി വരുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് ആ വിസിലും കാര്യങ്ങളും വരുമ്പോഴേക്കും നമുക്കിത് ചടപടേതിന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാം. കുറേ നേരം നിന്നപ്പോൾ എനിക്ക് കാല് വേദനിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ കയറിയിരുന്നു. ഇങ്ങനെ കയറിയിരുന്നിട്ട് ചെയ്യാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വലിയ പാടുമില്ല. കാര്യമൊക്കെ പറയാൻ വേണ്ടി ഒരാളുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എനിക്ക് കിച്ചണിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആരോടെങ്കിലൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ കിച്ചണിലെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളും. മിണ്ടാണ്ടൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ കാടി കയറി പോകാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ചില ദിവസങ്ങളിലല്ലേ അങ്ങനെ മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി തോന്നുന്ന ചില ദിവസങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട്
ആയിട്ട് ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ സ്റ്റക്കായി പോലെ ഒരു സ്റ്റക്കായ പോലെ തോന്നും. എന്താണെന്നറിയില്ല, എല്ലാത്തിനോടും ഒരു മടുപ്പോ ദേഷ്യമോ വാശിയോ സങ്കടമോ എല്ലാം കൂടെ ചില സമയങ്ങളിൽ വരാറുണ്ട്. ഇപ്പം എനിക്ക് പീരീഡ്സിൻ്റെ സമയമായതുകൊണ്ട് പ്രത്യേകിച്ചും വരാറുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് എന്താണ് ഇങ്ങനെ, അങ്ങനെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി, അല്ലെങ്കിൽ എനിക്ക് എന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. സത്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെങ്കിൽ കൂടെ ചില സമയങ്ങളിൽ ആ തോട്ട് ഇങ്ങോട്ട് വന്ന് കയറാറുണ്ട്. അപ്പം എനിക്ക് തോന്നും എന്നും ഇതന്നെയല്ലേ, എനിക്ക് മടുത്തു, എനിക്കൊന്ന് ഒരു ദിവസം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഇരിക്കണം എന്നൊക്കെ തോന്നാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് ആ ഒരു ബാഡ് ചിന്ത അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവിനെ ഞാൻ തന്നെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് വിചാരിക്കും, ഇല്ല ഞാൻ അങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം, ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ആ ഒരു ദിവസം അങ്ങനെ പോവാറുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്നലെ, ഒരു പൊട്ട ദിവസം. ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും, ഒരു പൊട്ട ദിവസമായിരിക്കും. ആ ഒരു ദിവസം പിന്നീട് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത അത്ര ഒരു മോശ ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ടാവും. പേടിയുള്ള ദിവസങ്ങളായിരിക്കും ആ ദിവസങ്ങൾ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കാര്യമില്ലാത്തൊരു പേടിയും സങ്കടവും വിഷമവും ദേഷ്യവും വെറുപ്പും എല്ലാം കൂടെ ആയിരിക്കും. അത് പിള്ളേരോട് ഞാൻ കാണിക്കാറൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വേറൊരാളായിട്ട് മാറാറുണ്ട് കേട്ടോ. അത് ഒറ്റയ്ക്ക് നിൽക്കണതിൻ്റെ ബുദ്ധിമുട്ടാണോ, എല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണതിൻ്റെ ബുദ്ധിമുട്ടാണോ, അതോ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാനുണ്ടോ, ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ അവർ പോയി കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്, എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ. പക്ഷെ അവർ വന്നു കഴിഞ്ഞിട്ട് ഞാനൊന്ന് പൂജുട്ടീനെയോ കണ്ണുകുട്ടീനെയോ കൂട്ടിയിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങും. ആ സമയത്തില്ലേ പിന്നെ അങ്ങോട്ട് അടിപൊളിയായിക്കോളും. അപ്പോൾ ഇതാ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ എവിടേക്കോ എത്തി. നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെന്തിട്ട് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ പട്ട ഏലയ്ക്ക പൊട്ടിച്ചിട്ട് കുറച്ചധികം ഒരു 2 പിടിയുടെ അധികം ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുള്ളൂ. അതിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലോണം ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും മൂപ്പിച്ചൊന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി വെന്തുടഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇത്തിരിയും കൂടെ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി പൊടികളൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, ബാക്കി പൊടിയൊക്കെ നമ്മൾ ഇട്ട പൊടി ഓക്കെ ആയിരുന്നു. മീറ്റ് മസാല ഇത്തിരിയും കൂടെ ഇട്ടെടുത്ത് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്തിരിക്കുന്ന ബീഫ് ഇട്ടെടുത്തു, അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വറ്റിക്കുറുകട്ടെ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് വെച്ചു. അതൊന്ന് വറ്റി കുറുകി ഇങ്ങനെ ബ്ലാക്ക് കളറായിട്ട് ഒന്ന് പെരണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സിമ്മിൽ വെച്ചൊന്ന് കുറുകാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്തെ സ്റ്റവിൽ ഉപ്പേരിക്ക് വേണ്ടി കുറച്ച് കേബേജ് ഉണ്ടായിരുന്നു, പൊട്ട കേബേജ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് ഞാൻ ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ കുത്തിച്ചതച്ചത് കടുകിട്ടിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കുത്തിച്ചതച്ചത് ഇട്ട് കൊടുത്തു, കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കേബേജും പച്ചമുളകും മഞ്ഞളും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട്, മഞ്ഞളല്ല കേബേജും പച്ചമുളകും അരിഞ്ഞിട്ട് അതിൽ മഞ്ഞളും ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്കാണ് കൊട്ടാം. അപ്പോൾ ഉള്ളി ഇതാ ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ അതെല്ലാം കൂടെ എടുത്ത് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. കേബേജും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ പാകത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചങ്ങോട്ട് വെക്കുക. പറഞ്ഞില്ല, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേബേജ് ഉപ്പേരി ഉണ്ടാക്കിയ കഥ, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, സിമ്മാക്കി അടച്ച് വെക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുക, എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ബീഫ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓക്കെ ആക്കാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ വേറെ ആരും വന്നിട്ട് എഫേർട്ട് എടുക്കുകയൊന്നുമില്ല. എപ്പോഴും പറഞ്ഞ പോലെ ആർക്കും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിച്ച് കാട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം പോയി. ഇങ്ങനെ ചിന്തിച്ച് കാട് കയറിയിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന അബദ്ധത്തിൽ ഒന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്നും ഇങ്ങോട്ട് താളം തെറ്റുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൊള്ളിയുണ്ടായിരുന്നു സംഭവം. ആ ഒരു പ്ലക്കറില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ചട്ടി പിടിക്കേണ്ടത്. പക്ഷേ പ്ലക്കർ ഈ കയ്യിലും വെച്ചു, വലത് കൈ കൊണ്ട് ഞാൻ നേരെ അപ്പോൾ ചൂടായിരിക്കുന്ന ചട്ടിയിൽ പോയിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ചിട്ട് പുറത്തേക്ക് മാറ്റി വെച്ചപ്പോഴേക്കും കൈ പൊള്ളി. എന്തായാലും പൊള്ളുമല്ലോ. അപ്പോൾ ആ ഒരു നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ താളം തെറ്റും, നമ്മൾ തന്നെ പിന്നെ നമ്മളൊന്നിനും കൊള്ളാതെ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മൾ സ്റ്റക്കായി നിൽക്കും. ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി. ആ സമയത്ത് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഓക്കെ അല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളൊന്നിനും കൊള്ളില്ല, ആരും എന്താ നമ്മളെ മനസ്സിലാക്കാത്ത, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെ, ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കേട്ടോ. ആ ഒരു സമയത്ത് ഇപ്പം എൻ്റെ ഏജിലുള്ള കുറേ കുട്ടികൾ ഇതിനകത്തുണ്ട്, ഇന്നെക്കാട്ടുള്ള ഏജ് ഉള്ളവരുണ്ട്, ഇന്നെക്കാട്ടുള്ള ഏജ് കുറഞ്ഞു. ഇതൊരു ഏജിൻ്റെ പ്രശ്നമാണ്, പെണ്ണുന്നതിൻ്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇനിയിപ്പോൾ ഏജ് ഉള്ളവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലൊക്കെ നമ്മളെ സന്തോഷിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോയാൽ മതി. എൻ്റെ ഒരു ഇതിൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇത്ര കാലം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വിഷമാവോ, മറ്റുള്ളവരെ കെയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്ത് നമ്മളെ ഹാപ്പിയാക്കി വെച്ചിട്ട് ബാക്കിയുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടി, ബാക്കിയുള്ളവരെ കാര്യം നോക്കാൻ വേണ്ടിയും പോയാൽ മതി. ഇല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാലില്ലേ നമ്മൾ അട്ടത്ത് നോക്കിയിരുന്നിട്ട് വിചാരിക്കും ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും, അവരുടെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും, നമ്മളിത് അവരെ ആക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പാടുപെടുമായിരിക്കും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ നിൽക്കണോടത്ത് നിന്ന് ഒരു പടി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പറ്റില്ല, നമ്മൾ സ്റ്റക്കായിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി കിടന്ന് ഓടിയിട്ട്.
പിന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇഷ്ടങ്ങൾ നമ്മൾ നോക്കണമല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങൾക്കൊന്നും അവിടെ ഒരു വിലയും മറ്റുള്ളവർ കാണില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു ബാലേട്ടൻ സിനിമയിൽ മോഹൻലാൽ പറയില്ലേ, അതുപോലെയാണ് ഈ ചെയ്യണോ ചെയ്തും കൊണ്ടേയിരിക്കും. ഇനി ഇതിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ട, ആർക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞോ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചോ നിൽക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ. അതൊക്കെ കേൾക്കണേക്കാട്ടിലും മുന്നേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും കൂടെ അതിൻ്റെ ഒരു ഓളത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളും ഹാപ്പി അവരും ഹാപ്പി. അപ്പോൾ അതാണ് പറയണത്, നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തകൾക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ടൈം ബിസി ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാർഗ്ഗം. ഇപ്പോൾ ഏറെക്കുറെ ഞാൻ അതിൻ്റെ ഒരു 80% ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നെ ബിസി ആക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരാളുടെയും ഒന്നും നമ്മളെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. എനിക്ക് ഇന്നെ അങ്ങനെ ശ്രദ്ധിച്ചില്ല, എന്നെ അങ്ങനെ നോക്കിയില്ല, എന്നോട് അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ്റെ കാര്യം അത് ചെയ്തു, അവരോട് പറഞ്ഞു, ഒന്നുമില്ല. നമ്മുടെ മൈൻഡ് ഹാപ്പിയാണ്, നമ്മൾ കൂളാണ്, നമ്മൾ ചില്ലാണ്. ഇതാ നമ്മുടെ പായരൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്. മോരുകറി തലസുണ്ടായിരുന്നില്ലേ, അതൊന്ന് ചൂടാക്കി വെച്ചു. ഇലയും മുറിച്ചിട്ട് ഞുണ്ണാൻ വേണ്ടിയിട്ടുള്ള പോകട്ടായി കേട്ടോ. ഇനി ചോറാവാൻ വേണ്ടിയിട്ടുണ്ട്. ഫുഡല്ല, കറികളും കാര്യങ്ങളും ആയി. ഇനി ചോറാവാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം അതുവരെ നമുക്ക് ഫോണൊന്ന് ചാർജിലിടാം. ചാർജ് കമ്മിയാണ് ഉണ്ടാവും. ഇന്നലെ നട്ടപ്പാതിരക്ക് എങ്ങാണ്ടിട്ട് കറണ്ട് പോയി തോന്നുന്നു. ഞാൻ പുലർച്ചെ നീട്ടപ്പോഴാണ് കറണ്ട് ഇല്ലാത്തതിനെ അറിയണേ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, KCBക്കൊക്കെ വിളിച്ചപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 6:45 7 മണിക്ക് അല്ല 7 മണിക്ക് ആണോ 7 മണിക്ക് ആകുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് ഉണ്ടായിരുന്നല്ലേ കുത്തി വയ്ക്കാൻ വേണ്ടി. ഞാൻ രാത്രി ചാർജിലിടുക ചെയ്യാം. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഫുള്ളാവുമല്ലോ. ഇന്നിപ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുറച്ചൊരു ചാർജായിട്ട് നമുക്കൊരു ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അതുവരെ ഞാനിവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്. എല്ലാം റെഡി ആയിട്ടാണ് കേട്ടോ. ചോറായിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. ചില ദിവസം അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാം റെഡി ആയിട്ട് അയ്യോ ഞാൻ ചോറ് വെച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുക. അങ്ങനെ നമ്മൾ കുക്കറിൽ തന്നെയാണ് ചോറിടാറ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ചോറാവും. എല്ലാം റെഡി ആയിട്ട് നമ്മളിതാ അവിടെ ടേബിളിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് കഴിക്കാൻ വേണ്ടി നല്ല ഉഷാറാണ് കേട്ടോ. ഇങ്ങനെ വാഴയിലയിൽ ഒരു ചോറ് ഒരു കറി ഒരു ഉപ്പേരി ഉണ്ടെങ്കിലും എനിക്ക് വാഴയില കഴിക്കാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചോറല്ല കേബേജ് ഉപ്പേരി അതാ എടുത്തിട്ടുണ്ട്. ബീഫ് ഫ്രൈ നല്ല വരട്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഒരുപാട് ഡ്രൈ അല്ല, ഒന്നിങ്ങോട്ട് പെരന്നനെ വരട്ടില്ലേ, അങ്ങനെയാണ്. 2 പപ്പടവും പിന്നെ നമ്മുടെ ചോറും. തലേ ദിവസത്തെ മോര് കറിയാണ് അടിപൊളി ടേസ്റ്റ്. നമ്മുടെ ഈ ബീഫ് ഫ്രൈക്കില്ലേ മോര് കറിയാണ് കോമ്പിനേഷൻ. എൻ്റെ പൊന്നെ, എനിക്ക് പെരുന്നാളിൻ്റെ ഒക്കെ ഓർമ്മ വരും. പണ്ട് ഞങ്ങളില്ലേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ താത്തമാരെയും കാക്കമാരെയൊക്കെ വീടാണ് അധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെയല്ല, കാമ്പറത്ത് ഞങ്ങൾ വീടാവണ സമയത്ത് അവിടെ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുമ്പളങ്ങക്കറിയും ബീഫ് ഫ്രൈയും പയറുപ്പേരി സ്രാവ് വറുത്തതൊക്കെ കൂടെ കൂട്ടിയിട്ട് എൻ്റെ പൊന്നോ പെരുന്നാൾക്ക് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു കറിയുടെയും ആ ഒരു ബീഫിൻ്റെ ഒന്നും ടേസ്റ്റ് 7 അകലത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. വയറ് പൊട്ടനെ ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തിനാണ് കഴിക്കാണ്ടിരിക്കണേ, ടെൻഷൻ്റെ പാട്ടിൽ പോട്ടെ, ഞാൻ എൻ്റെ പാട്ടിലും പോകാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. തടിക്കുകയാണെങ്കിൽ തടിക്കട്ടെ, അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഇതിലും വണ്ണം വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ വണ്ണം കുറയാറുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്, വണ്ണം കുറഞ്ഞാലാണ് കേട്ടോ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടെൻഷനാണല്ലോ ഒക്കെ. എനിക്കിങ്ങനെ വണ്ണത്തിലിരിക്കുന്നതാണ് എനിക്ക് ഒത്തിരി കൂടെ. അതിനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ണം കുറവുള്ള ഒരു മോശം, വണ്ണം കൂടിയൊരു മോശം എന്നതല്ല, എനിക്ക് തടിച്ചിരിക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം. പിള്ളേരാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ഗുണ്ടുമണികളായ കുട്ടികളെ കാണാൻ വേണ്ടി നല്ല ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് ചേച്ചിയുടെ 2 കുട്ടികളും മെലിഞ്ഞിട്ടാണല്ലോ എന്ന്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവരും തടിച്ച് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവർ തടിക്കണില്ല, എന്താ ഞാൻ ചെയ്യുക? അത് തടിച്ചവരും ഇഷ്ടം, തടിച്ചവരെ ഇഷ്ടമല്ല, അല്ലാത്തവരെ ഇഷ്ടമല്ല എന്നൊന്നും അല്ല കേട്ടോ ഇതിനർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.